ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നലെ ഇവിടെ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. വരിക്കച്ചക്കയാണ്, പഴുത്ത് കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ എന്തെടുത്തു, എന്ത് കാപ്പിക്ക് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ചക്കയെല്ലാം കൂടെ ഉരുക്കി പറക്കി എടുത്തിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങായും കൂടി ഇട്ട് ഇളക്കിയെടുത്തായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ചെറിയൊരു പാട്ട് പാടാമേ, ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്ന മറിമിഴിയാള് അവളുടെ മധുരിതമാം തേരല്ലോ ഹുസ്നുൽ ജമാല്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കരയും പഞ്ചസാരയും കൂടെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് കുറച്ച് മയം കിട്ടാൻ വേണ്ടി മൈദയും കൂടി ഇട്ട് ഇളക്കി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേ. അവനാണ് വീഡിയോ എടുത്തത്, അതാ ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഞാനാണെങ്കിൽ വാഴയില എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് മാവ് പരത്തി വെച്ചിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ചക്കയും കൂടെ അതിലേക്ക് പുരട്ടി വെച്ചിട്ട് ഞാൻ മടക്കി വെച്ചിട്ട് ഗ്യാസിലോട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ആവി വന്നപ്പം ഞാൻ അതിലേക്ക് ഇതെല്ലാം പറക്കി വെച്ചേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചക്കയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ രണ്ടെണ്ണം എടുത്ത് പ്ലേറ്റിലോട്ട് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആറി കഴിഞ്ഞപ്പം അതിൻ്റെ ഇലയുടെയും ചക്കയുടെയും മണം ഉണ്ടല്ലോ മൂക്കിലോട്ട് അടിച്ച് കയറിയിട്ട് കഴിക്കാൻ കൊതി വന്നേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് ഇളക്കിയെടുക്കും. പക്ഷെ ഒരു കൈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഇളക്കിയെടുക്കച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിച്ചു നോക്കി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹുസ്നുൽ ജമാൽ പൂവിന്ന് കസവളിയും പെണ്ണിന്ന് കിസ പറയാൻ കൂട്ടിനുണ്ടൊരു തെളിനൂറ് കഥയിതിൽ